പുതുവർഷത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നമ്മോടൊപ്പം ചെയ്യുന്നു. വിജയകുമാർ, ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി വന്ന ഒരു സംഘടന പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു, ഡൽഹിയിൽ ഭരണം പിടിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ മിറാക്കിളായി വന്ന ആം ആദ്മി പാർട്ടി പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി മാറും നമ്മൾ കണ്ടതാണ്. ആ വളർച്ചാ ഘട്ടങ്ങൾ വളരെ വേഗത്തിലായിരുന്നു, നമ്മൾ സാക്ഷ്യം വഹിച്ചതുമാണ്. ഇപ്പോൾ ആ വളർച്ചാ ഘട്ടത്തിൽ നിന്ന് പതിയെ പതർച്ചയുടെ ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു അവസരത്തിലാണ് ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം വട്ടം ഊഴമുറപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് വല്ലാതെ വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്ന് അഴിമതി ആയി ബന്ധപ്പെട്ട് ജയിലിൽ പോവുകയും മറ്റ് മന്ത്രിമാർ ജയിലിലടക്കുകയും മുഖ്യമന്ത്രി തന്നെ ജയിലിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായ രാജ്യതലസ്ഥാനം കൂടിയാണ്, സംസ്ഥാനം കൂടിയാണ് ഡൽഹി. അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ അലയുകൾക്ക് പുറമെ ഫ്രീബീസ്, അതായത് സൗജന്യ വാഗ്ദാനങ്ങൾ കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഒരു സംസ്ഥാനമായിരുന്നു ഡൽഹി. സൗജന്യമായി കുടിവെള്ളം നൽകുക, സ്ത്രീകൾക്കുള്ള യാത്ര സൗജന്യമാക്കുക. അത്തരത്തിൽ ഡൽഹി ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ദേശീയ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഈ സൗജന്യ വാഗ്ദാനങ്ങൾ, ഒപ്പം അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന മലിനീകരണ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കൂടി ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കില്ലേ? ആ പ്രശ്നങ്ങളിൽ സർക്കാർ ഉണ്ടാക്കിയ ഡെവലപ്മെന്റുകളുടെ പുരോഗതികളുടെ വിലയിരുത്തലുകൾ കൂടി ആവില്ലേ ഈ തെരഞ്ഞെടുപ്പ്? സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം സൗജന്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തുന്നു. നമ്മൾക്ക് വേണ്ടുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ വീട്ടുപടിക്കലെത്തുന്നു. ഒരു നിശ്ചിത പരിധി വരെ അവിടെ കറണ്ട് ചാർജില്ല, വൈദ്യുത ചാർജില്ല, നിരക്ക് പണം കൊടുക്കേണ്ടതില്ല, അതുപോലെ വെള്ളത്തിന് പണം കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ നിശ്ചിത ലെവൽ വരെയുള്ള ആളുകൾക്ക് അത് സൗജന്യമാണ്. ഡൽഹി ഒരു മിഡിൽ ക്ലാസിൻ്റെ ഒരു നഗരം എന്ന് വേണം നമുക്ക് ആ സംസ്ഥാനത്തെ ആകെ നോക്കുമ്പോൾ പറയാം. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായതുകൊണ്ട് അവരെ ആകർഷിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അത് നന്നായി ചെയ്യാൻ അരവിന്ദ് കെജ്രിവാളിന് ഇതുവരെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ അഴിമതി ആരോപണങ്ങളിൽ ആ സർക്കാർ ഉലഞ്ഞുപോയി. ഇപ്പോൾ ഈ മദ്യനയ അഴിമതി, അതിനു മുമ്പ് അവിടുത്തെ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ തുടർച്ചയായി ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ആ സർക്കാരിന് മേലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു 40 കോടിയുടെ ആരോപണമാണ്, അല്ലെങ്കിൽ അത് CAG റിപ്പോർട്ടാണ്. അപ്പോൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലേക്ക് വന്ന ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും അഴിമതിയുടെ ചെളിക്കുണ്ടിലാണെന്ന് സ്ഥാപിക്കാൻ BJP നടത്തുന്ന നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിഡിൽ ക്ലാസ്സിന് ആം ആദ്മി പാർട്ടിയെ മടുത്തോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മടുത്തില്ല എന്നാണ് നമുക്ക് ഡൽഹിയിലെ പൊതു രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് വോട്ടായി മാറുമോ എന്നറിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി നിയമസഭയിൽ നേടിയ നേട്ടം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ BJPയോട് തൂത്തുവാരി 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റിലും അവർ ജയിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ആ മുന്നേറ്റം അവർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത്തവണ ഏതു വിധേനയും ഡൽഹിയിൽ അധികാരത്തിൽ വരിക എന്നതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നു. BJPയെ സംബന്ധിച്ച് അവിടെ ഒരു നേതാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദൻലാൽ ഖുറാന, വിജയകുമാർ മൽഹോത്ര തുടങ്ങിയ അധികായന്മാരായ നേതാക്കന്മാർ ആ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നു. VK മൽഹോത്രയൊക്കെ ഗംഭീര മുഖ്യമന്ത്രിയാവുകയും ചെയ്തിട്ട് മദൻലാൽ ഖുറാനയൊക്കെ BJPയുടെ തുടക്കകാലം തൊട്ടുള്ള നേതാക്കളാണ്. അങ്ങനെ അധികായന്മാരില്ല എന്നതാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ബാൻസുരി സ്വരാജിനെ പോലെയുള്ള പുതുമുഖങ്ങളെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു സൂചന കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളും പല പ്രധാനപ്പെട്ട നേതാക്കൾ, ബാൻസുരി സ്വരാജ് BJP ഡൽഹിയിൽ എല്ലാ വാർത്താ സമ്മേളനങ്ങളുടെയും വാർത്താ മാധ്യമങ്ങൾക്ക് പ്രതികരണം കൊടുക്കുമ്പോഴൊക്കെ ബാൻസുരി സ്വരാജിനെയാണ്, സുഷമ സ്വരാജിൻ്റെ മകളെയാണ് മുന്നിൽ നിർത്താറുള്ളത്. അങ്ങനെ ചില പുതിയ ആളുകളെയൊക്കെ കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അണിയറയിലെ സംസാരമാണ്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിലും BJP വെളിപ്പെടുത്തുന്നില്ല. സ്ഥാനാർത്ഥികളെ 20 പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിലേത് കേവലം തെരഞ്ഞെടുപ്പല്ല, ഒരു ഇന്ദ്രപ്രസ്ഥത്തിലെ യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിലെ ജയം എന്നത് BJPയും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും നിർണായകമാണ് എന്നതിൽ തർക്കമില്ല. സുഹേൽ, തീർച്ചയായും 1998 ശേഷം ഡൽഹിയിൽ കളം പിടിക്കാനാകുമോ എന്ന തീവ്ര ശ്രമത്തിൽ BJPയും അവരുടെ നിലനിൽപ്പ് തന്നെ ശരിയാക്കാൻ വേണ്ടി അവിടെ അസ്തിത്വം നഷ്ടപ്പെടാതിരിക്കാൻ ആം ആദ്മിയുടെയും പോരാട്ടം, ഒപ്പം കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറയുമ്പോൾ ഫെബ്രുവരി 5-നുള്ള തെരഞ്ഞെടുപ്പിൽ തീ പാറുമെന്ന കാര്യത്തിൽ സംശയം.